നിഹാൽ സ്പോർട്സിലേക്ക് ഏവർക്കും നമസ്കാരം. സീസണിൽ കളിച്ച 16-ാം മത്സരത്തിലും ജയം കണ്ടു ബയൺ മ്യൂണിക്ക്. ചാമ്പ്യൻസ് ലീഗിൽ തുടർച്ചയായ 4-ാം ജയം കുറിച്ച് അവർ ഇന്ന് പാരീസിൽ PSG-യെയും മറികടന്നു. 2-1 എന്ന സ്കോറിനായിരുന്നു ബയണിന്റെ ജയം. ജയത്തോടെ ഗ്രൂപ്പ് ഘട്ട തലപ്പത്ത് എത്താനും ജർമ്മൻ ടീമിനായി. മത്സരത്തിൽ 4-ാം മിനിറ്റിൽ തന്നെ ലൂയിസ് ഡിയാസിലൂടെ ബയൺ മുന്നിലെത്തി. തുടർന്ന് ഡെംബലെ PSG-ക്കായി ഗോൾ നേടിയെങ്കിലും ഇത് ഓഫ് സൈഡാണെന്ന് വാർ കണ്ടെത്തി. അതിനുശേഷം ഡെംബലെ പരിക്കേറ്റ് പുറത്തുപോയതിന് പാരീസിന് തിരിച്ചടിയായി. തുടർന്ന് ബ്രാക്കലിയുടെ നല്ല ശ്രമമാണെങ്കിലും ന്യൂയർ തടഞ്ഞു. 32-ാമത്തെ മിനിറ്റിൽ പാരീസ് ക്യാപ്റ്റൻ മാർക്കിൻ ഹോസിന്റെ വലിയ അബദ്ധം മുതലെടുത്ത് ലൂയിസ് ഡിയാസ് ജർമ്മൻ ടീമിന്റെ 2-ാം ഗോളും നേടി. എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പേ ലൂയിസ് ഡിയാസ് ഹക്കീമിയെ അപകടകരമായി ഫൗൾ ചെയ്തു. ഹക്കീമി കണ്ണീരോടെ കളം വിട്ടപ്പോൾ ആദ്യം മഞ്ഞക്കാർഡ് നൽകിയ റഫറി വാർ പരിശോധനയ്ക്ക് ശേഷം കൊളംബിയൻ താരത്തിന് ചുവപ്പ് കാർഡ് നൽകി. 2-ാം പകുതിയിൽ 10 പേരായ ബയണിന് എതിരായ പാരീസ് കൂടുതൽ ആക്രമണം നടത്തി. എന്നാൽ ബയൺ ന്യൂയർ അതിൽ കീഴടങ്ങിയില്ല. നിരവധി സേവുകളാണ് ന്യൂയർ നടത്തിയത്. 74-ാമത്തെ മിനിറ്റിൽ പകരക്കാരൻ ലിയോയുടെ ക്രോസിൽ നിന്ന് മറ്റൊരു പകരക്കാരൻ ജാവോ നവാസ് ന്യൂയറെ മറികടന്നെങ്കിലും തുടർന്ന് ഒരുപാട് പരിശ്രമിച്ചു. എങ്കിലും പരാജയം ഒഴിവാക്കാൻ പാരീസിനായില്ല. 10 പേരായിട്ടും യൂറോപ്യൻ ചാമ്പ്യന്മാരെ തോൽപ്പിച്ച ബയൺ തങ്ങളുടെ അവിശ്വസനീയമായ വിജയക്കുതിപ്പ് തുടരുകയാണ്.